നമസ്കാരം. പ്രധാന വാർത്തകൾ. ഡോക്ടർ ഹാരിസിന്റെ ആരോപണങ്ങൾ ശരിവെച്ച് വിദഗ്ധ സമിതി. ഉപകരണം എത്തിക്കുന്നതിൽ കാലതാമസം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗത്തിൽ ഉപകരണം എത്തിക്കുന്നതിൽ കാലതാമസമുണ്ടായി എന്ന് സമ്മതിച്ച് വിദഗ്ധ സമിതിയും. ഡിസംബറിൽ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉപകരണത്തിനായി നൽകിയ അപേക്ഷയിൽ അഡ്മിനിസ്ട്രേറ്റീവ് അനുമതി കിട്ടിയത് 6ാം മാസമാണെന്ന് സമിതി റിപ്പോർട്ടിൽ ഉണ്ട്. ഉപകരണം പിരിവിട്ട് വാങ്ങുന്നു എന്ന ഡോക്ടറുടെ വെളിപ്പെടുത്തൽ രോഗികളും സമ്മതിച്ചതായി റിപ്പോർട്ടിലുണ്ട് എന്നാണ് വിവരം. പ്രധാന വിഭാഗങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും ശുപാർശയുണ്ട്. ഡോക്ടർ ഹാരിസിന് കുരുക്കായാണ് വിദഗ്ധ സമിതി റിപ്പോർട്ട് ഉള്ളത്. യൂറോളജി വിഭാഗത്തിൽ ഉപകരണം കാണാതായിട്ടുണ്ട് എന്നാണ് വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ആലുവയിൽ അറ്റകുറ്റപ്പണി. ട്രെയിൻ ഗതാഗതത്തിന് നിയന്ത്രണം. സർവീസുകൾ റദ്ദാക്കി. ആലുവയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ട്രെയിൻ ഗതാഗതത്തിന് നിയന്ത്രണം. 8 ട്രെയിനുകൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പാലക്കാട് എറണാകുളം മെമു, എറണാകുളം പാലക്കാട് മെമു ട്രെയിനുകൾ പൂർണ്ണമായും റദ്ദാക്കുകയും ചെയ്തു. മംഗളൂരു തിരുവനന്തപുരം വന്ദേ ഭാരത്, സെക്കന്ദരാബാദ് തിരുവനന്തപുരം ശബരി എക്സ്പ്രസ് ഉൾപ്പെടെ 5 ട്രെയിനുകൾ വൈകി ഓടുകയാണ്. ഓഗസ്റ്റ് 10-നും നിയന്ത്രണമുണ്ടാകും. പോലീസിന് നേരെ ആക്രമണം. പ്രതി പിടിയിൽ. പിടിയിലായത് PK ഫിറോസിന്റെ സഹോദരൻ. പോലീസിന് നേരെ ആക്രമണം നടത്തിയ പതിമംഗലം സ്വദേശി PK ബുജൈർ അറസ്റ്റിൽ. യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസിന്റെ സഹോദരനാണ് ഇയാൾ. ലഹരി ഇടപാട് നടത്തുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് നടന്ന പരിശോധനയിലായിരുന്നു ആക്രമണമുണ്ടായത്. കുന്നമംഗലത്തിന് സമീപത്താണ് ആക്രമണമുണ്ടായത്. വാഹനം പരിശോധിക്കാൻ ശ്രമിക്കുന്നതിനിടെ ബുജൈർ പ്രകോപിതനാവുകയും പോലീസുകാരന്റെ മുഖത്തടിക്കുകയുമായിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തിയ കേസിലാണ് നിലവിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അല്പസമയത്തിനകം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. പൂക്കടയുടെ പിറകിൽ യുവാവ് മരിച്ച നിലയിൽ. യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കോട്ടയം പാലാ കൊട്ടാരമറ്റത്ത് RV ജംഗ്ഷന് സമീപത്തെ പൂക്കടയുടെ പിറകിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പൂക്കടയിലെ ജീവനക്കാരനായ കുറിച്ചിത്താനം സ്വദേശി കൃഷ്ണവിഹാർ വീട്ടിൽ രതീഷാണ് മരിച്ചത്. കടയുടമയാണ് ആദ്യം മൃതദേഹം കണ്ടത്. ജീവനൊടുക്കിയതാണ് എന്നാണ് നിഗമനം. പാലാ പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് തുടരുന്നതിനിടെ രാജ്ഭവനിലെത്തി മന്ത്രിമാർ. താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് തുടരുന്നതിനിടെ രാജ്ഭവനിലെത്തി മന്ത്രിമാർ. മന്ത്രിമാരായ P രാജീവും R ബിന്ദുവുമാണ് രാവിലെ രാജ്ഭവനിലെത്തിയത്. നിലവിൽ കൂടിക്കാഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. VC നിയമനവുമായി ബന്ധപ്പെട്ട് അനുനയത്തിലെത്താനാണ് മന്ത്രിമാർ എത്തിയിരിക്കുന്നത് എന്നാണ് സൂചന. അതേസമയം താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട കടുത്ത തർക്കങ്ങൾക്കിടയിലും രാജ്ഭവനിലെ വിരുന്ന് സൽക്കാരത്തിന് 15 ലക്ഷം രൂപയുടെ അധിക ഫണ്ട് അനുവദിച്ചിരിക്കുകയാണ് കേരള സർക്കാർ.